ഗോശ്രീ പാലങ്ങളുടെ പോരാട്ടത്തിന്റെ ശില്പിയും വൈപ്പിൻകാർ ഏറെ സ്നേഹത്തോടെ പാലം വക്കീൽ എന്ന് വിളിച്ചിരുന്ന അഡ്വക്കേറ്റ് മജ്നു കോമത്ത് അന്തരിച്ചു. ഏതാനും വർഷങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന അദ്ദേഹം പാൻക്രിയാസ് രോഗത്തെ തുടർന്നാണ് നിര്യാതനായത്. വൈപ്പിൻ പാലം എന്ന ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നിയമപരവും സാമൂഹികവുമായ പോരാട്ടങ്ങളിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹത്തിന് മെട്രോ 7 ന്യൂസിന്റെ പ്രണാമം. 1980കളിൽ രൂപീകരിച്ച എറണാകുളം വൈപ്പിൻ ബ്രിഡ്ജസ് ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. 2004-ൽ പാലങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതുവരെ പോരാട്ടത്തിൽ ഉറച്ചുനിന്നു. തൊഴിൽപരമായി ഒരു അഭിഭാഷകനായിരുന്ന അദ്ദേഹം ഈ ലക്ഷ്യവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയതിനാൽ അദ്ദേഹത്തിന് പാലം വക്കീൽ എന്ന വിളിപ്പേര് ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗമാണെങ്കിലും ഗോശ്രീ ദ്വീപുവാസികളുടെ ജീവനാഡിയും അവകാശവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ച പാലങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങൾക്കതീതമായി വിശാലമായ ഒരു സഖ്യം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഹൈക്കോടതി ജംഗ്ഷൻ മുതൽ ബോൾഗാട്ടി വരെ നാടൻ ബോട്ടുകൾ നിരത്തുന്നതുൾപ്പെടെ നിരവധി നൂതന പ്രതിഷേധങ്ങൾ ആക്ഷൻ കൗൺസിൽ നടത്തി. പാലം സമരം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷവും ഗോശ്രീ ദ്വീപുവാസികളുടെ വിവിധ ന്യായമായ ആവശ്യങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി. ഹൈക്കോടതി ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന 100ഓളം സ്വകാര്യ ബസ്സുകൾ നഗരത്തിലേക്ക് കൂടുതൽ ഓടാൻ അനുവദിച്ചാൽ പാലങ്ങളിലെയും അവയുടെ അപ്രോച്ച് റോഡുകളിലെയും തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഗോശ്രീ റൂട്ടിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ വഷളാക്കുന്ന സ്വകാര്യ വാഹനങ്ങളെ യാത്രക്കാർ ആശ്രയിക്കുന്നത് ഇത് തടയുമെന്ന് അദ്ദേഹം വാദിച്ചു. ഈ ലക്ഷ്യത്തിനായി അദ്ദേഹം വിജയകരമായി പോരാടി. കേരള ഹൈക്കോടതിയിൽ 43 വർഷം അഭിഭാഷകനായി പ്രവർത്തിച്ച അദ്ദേഹം വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലറായും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ജനുവരി 11-ന് ഹൈക്കോടതി അഭിഭാഷക ചേംബറിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മുരിക്കുംപാടം ശ്മശാനത്തിൽ സംസ്കാരം നടത്തും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.